നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൃപയിലും പരിജ്ഞാനത്തിലും വേണം വളരാൻ. എത്രത്തോളം വളരണം? ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരണം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചാൽ. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ദൈവത്തിന് മഹത്വം. ക്രിസ്തു എന്ന തലയോളം വളരണം. ഒരു ശിശുവും പ്രിയമുള്ളവരെ ഒറ്റയടിക്ക് 30-40 വയസ്സിലേക്ക് എത്തില്ല. അത് ഘട്ടം ഘട്ടമായി വളരാൻ കഴിയത്തും. ഭൗമികമായിരിക്കുന്ന വളർച്ചയാണെങ്കിലും ക്രിസ്തീയമായിരിക്കുന്ന വളർച്ചയാണെങ്കിലും പ്രിയമുള്ളവരെ ഘട്ടം ഘട്ടമായിട്ടേ വളരത്തുള്ളൂ. അപ്പോൾ വളർച്ച എവിടുന്ന് ആരംഭിക്കുന്നതെന്നറിയാമോ? വീണ്ടും ജനിക്കപ്പെട്ട ഒരു ശിശുവിൽ നിന്നാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഒരു ക്രിസ്തീയ വളർച്ച ആരംഭിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, മുതിർന്നപ്പോഴോ ശിശുവിനുള്ളത് വിട്ടുകളഞ്ഞു. എന്ന് വെച്ചാൽ ശിക്ഷപ്പെട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു എന്നുള്ളത് കൊണ്ട് ഞാൻ ആദ്യം തൊട്ടേ ഇങ്ങനെയാണ്. എനിക്ക് ആദ്യം കിട്ടിയ ടീച്ചിങ് ഇതാണ്, എനിക്ക് ആദ്യം കിട്ടിയ കൂട്ടായ്മ ഇതാണ്, എനിക്ക് ആദ്യം കിട്ടിയ ഉപദേശം ഇതാണ്. ദൈവിക സത്യത്തിലേക്ക് വരുന്നതിന് ഇതൊന്നും തടസ്സമായി പറയരുത്. കാരണം അപ്പോസ്തലൻ പോലും പറഞ്ഞു, ഞാൻ ശിശുവായിരുന്നപ്പോൾ ഞാൻ ശിശുവിനെ പോലെ സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ മുതിർന്നപ്പോഴോ അതിനെ വിട്ടുകളഞ്ഞു. അങ്ങനെ മുതിർന്നു വരുമ്പോൾ, വളർച്ച പ്രാപിക്കുമ്പോൾ, ആദ്യം നമ്മൾ കണ്ടതും കേട്ടതും തിരിച്ചറിഞ്ഞതിലും ഒക്കെ അപാകത ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ അത് വേണ്ടാന്ന് വെക്കാൻ, വിട്ടുകളയാനുള്ള മനസ്സുണ്ടാകണം. എങ്കിലേ വളർന്നതിന്റെ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ.